എന്നും പുതുമയുമായെത്തുന്ന ലവ് ദ ഖുർആൻ മാസ്റ്റേഴ്സ് ക്ലബിലെ പഠിതാക്കൾ ഒരുക്കുന്ന പുതിയ സംരംഭം ഓരോ ദിവസവും ശ്രോതാക്കളുടെ കൈകളിലേക്ക് എത്തുന്നു. ഒരു ദിനം ഒരു പേജ് ഖുർആൻ പാരായണത്തോടൊപ്പം അർത്ഥവും ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നു. എന്റെ ശബ്ദം ശ്രവിക്കുന്ന മാന്യ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഒരു ദിനം ഒരു പേജ് ഖുർആൻ പാരായണത്തോടൊപ്പം അർത്ഥവും എന്ന പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. എൻ്റെ പേര് അൻസില. എൻ്റെ പേര് ഐൻ റോഹ. പരിശുദ്ധ ഖുർആനിലെ 308 പേജ് നമ്പറായ സൂറത്തു മറിയമിലെ 39 ആയത്ത് മുതൽ 51 ആയത്ത് വരെയാണ് ഇന്ന് നമ്മൾ ഇവിടെ പാരായണം ചെയ്യാൻ പോകുന്നത്. ഇൻഷാ അല്ലാഹ്. അഊസു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وأنذرهم يوم الحسرة إذ قضي الأمر وهم في غفلة وهم لا يؤمنون. നഷ്ടബോധത്തിന്റെ ദിവസത്തെ പറ്റി അഥവാ കാര്യം അന്തിമമായി തീരുമാനിക്കപ്പെടുന്ന സന്ദർഭത്തെ പറ്റി നീ അവർക്ക് താക്കീത് നൽകുക. അവർ അശ്രദ്ധയിലാകപ്പെട്ടിരിക്കുകയാകുന്നു, അവർ വിശ്വസിക്കുന്നില്ല. ഇന്നാ നഹ്നു നരിസുൽ അർള വമൻ അലൈഹാ വഇലൈനാ യുർജഊൻ. തീർച്ചയായും നാം തന്നെയാണ് ഭൂമിയുടെയും അതിലുള്ളവയുടെയും അനന്തരാവകാശിയാകുന്നത്. നമ്മുടെ അടുത്തേക്ക് തന്നെയായിരിക്കും അവർ മടക്കപ്പെടുന്നത്. വസ്കുർ ഫിൽ കിതാബി ഇബ്രാഹീം ഇന്നഹു കാന സിദ്ദീഖൻ നബിയ്യാ. വേദഗ്രന്ഥത്തിൽ ഇബ്രാഹിമിനെ പറ്റിയുള്ള വിവരം നീ പറഞ്ഞു കൊടുക്കുക. തീർച്ചയായും അദ്ദേഹം സത്യവാനും പ്രവാചകനുമായിരുന്നു. ഇസ് ഖാല ലി അബീഹി യാ അബതി ലിമ തഅബ്ദു മാ ലാ യസ്മഉ വലാ യുബ്സിറു വലാ യുഗ്നി അൻക ശൈആ. അദ്ദേഹം തന്റെ പിതാവിനോട് പറഞ്ഞ സന്ദർഭം: എന്റെ പിതാവ്, കേൾക്കുകയോ കാണുകയോ ചെയ്യാത്ത താങ്കൾക്ക് യാതൊരു ഉപകാരവും ചെയ്യാത്ത വസ്തുവെ താങ്കൾ എന്തിനാരാധിക്കുന്നു? യാ അബതി ഇന്നി ഖദ് ജാഅനി മിനൽ ഇൽമി മാ ലം യഅതിക ഫത്തബിഅനി അഹ്ദിക സിറാതൻ സവിയ്യാ. എന്റെ പിതാവെ, തീർച്ചയായും താങ്കൾക്ക് വന്ന് കിട്ടിയിട്ടില്ലാത്ത അറിവ് എനിക്ക് വന്ന് കിട്ടിയിട്ടുണ്ട്. ആകയാൽ താങ്കൾ എന്നെ പിന്തുടരൂ, ഞാൻ താങ്കൾക്ക് ശരിയായ മാർഗം കാണിച്ചു തരാം. യാ അബതി ലാ തഅബ്ദിശ് ശൈത്വാൻ ഇന്നശ് ശൈത്വാന കാന ലിർറഹ്മാനി അസിയ്യാ. എന്റെ പിതാവെ, താങ്കൾ പിശാചിനെ ആരാധിക്കരുത്. തീർച്ചയായും പിശാച് പരമകാരുണ്യകനോട് അനുസരണമില്ലാത്തവനാകുന്നു. യാ അബതി ഇന്നി അഖാഫു അൻ യമസ്സക അദാബും മിനർ റഹ്മാനി ഫതകൂന ലിശ്ശൈത്വാനി വലിയ്യാ. എന്റെ പിതാവെ, തീർച്ചയായും പരമകാരുണ്യകനിൽ നിന്നുള്ള വല്ല ശിക്ഷയും താങ്കളെ ബാധിക്കുമെന്ന് ഞാൻ ഭയപ്പെടുന്നു. അപ്പോൾ താങ്കൾ പിശാചിന്റെ മിത്രമായിരിക്കുന്നതാണ്. ഖാല അറാഇബുൻ അൻത അൻ ആലിഹതി യാ ഇബ്രാഹീം ലഇൻ ലം തൻതഹി ലഅർജുമന്നക വഹ്ജുർനി മലിയ്യാ. അയാൾ പറഞ്ഞു: ഹോ ഇബ്രാഹിം, നീ നിന്റെ ദൈവങ്ങളെ വേണ്ടെന്ന് വെക്കുകയാണ്. നീ ഇതിൽ നിന്ന് വിരമിക്കുന്നില്ലെങ്കിൽ ഞാൻ നിന്നെ കല്ലെറിഞ്ഞോടിക്കും തന്നെ ചെയ്യും. കുറെ കാലത്തേക്ക് നീ എന്നിൽ നിന്ന് വിട്ടുമാറിക്കൊള്ളണം. ഖാല സലാമുൻ അലൈക സഅസ്തഗ്ഫിറു ലക റബ്ബി ഇന്നഹു കാന ബി ഹഫിയ്യാ. അദ്ദേഹം പറഞ്ഞു: താങ്കൾക്ക് സലാം, താങ്കൾക്ക് വേണ്ടി ഞാൻ എന്റെ രക്ഷിതാവിനോട് പാപമോചനം തേടാം. തീർച്ചയായും അവനോട് ദയവുള്ളവനാകുന്നു. وأعتزلكم وما تدعون من دون الله وأدعو ربي عسى ألا
أكون بدعاء ربي شقيا. നിങ്ങളെയും അള്ളാഹുവിന് പുറമെ നിങ്ങൾ പ്രാർത്ഥിച്ചു വരുന്നവരെയും ഞാൻ പേടിയുന്നു. എൻ്റെ രക്ഷിതാവിനോട് ഞാൻ പ്രാർത്ഥിക്കുന്നു. എൻ്റെ രക്ഷിതാവിനോട് പ്രാർത്ഥിക്കുന്നത് മൂലം ഞാൻ ഭാഗ്യം കെട്ടവനാകാതിരുന്നേക്കാം. فلما اعتزلهم وما يعبدون من دون الله وهبنا له إسحاق ويعقوب وكلا جعلنا نبيا. അങ്ങനെ അവരും അള്ളാഹുവിന് പുറമെ അവർ ആരാധിക്കുന്നവനെയും വേണ്ടി അദ്ദേഹം പോയപ്പോൾ അദ്ദേഹത്തിന് നാം ഇസ്ഹാക്കിനെയും യാക്കൂബിനെയും നൽകി. അവരെയൊക്കെ നാം പ്രവാചകന്മാരാക്കുകയും ചെയ്തു. ووهبنا لهم من رحمتنا وجعلنا لهم لسان صدق عليا. നമ്മുടെ കാരുണ്യത്തിൽ നിന്ന് അവർക്ക് നാം നൽകുകയും അവർക്ക് നാം ഉന്നതമായ സൽകീർത്തി ഉണ്ടാകുകയും ചെയ്തു. واذكر في الكتاب موسى إنه كان مخلصا وكان رسولا نبيا. വേദഗ്രന്ഥത്തിൽ മൂസയെ പറ്റിയുള്ള വിവരം നീ പറഞ്ഞു കൊടുക്കുക. തീർച്ചയായും അദ്ദേഹം നിഷ്കളങ്കനായിരുന്നു. അദ്ദേഹം ദൂതനും പ്രവാചകനുമായിരുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.